ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്നൊരു സർപ്രൈസ് വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു സർപ്രൈസ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സർപ്രൈസ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താണെന്ന് പറയാം കേട്ടോ. കഴിഞ്ഞ ദിവസം എൻ്റെ പിറന്നാളായിരുന്നു. കഴിഞ്ഞ ദിവസം സെപ്റ്റംബർ 1-ാം തീയതി എൻ്റെ പിറന്നാളായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എനിക്ക് അടിപൊളി ഒരു സർപ്രൈസ് തന്നായിരുന്നു, ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് എന്താന്ന് വെച്ചാൽ എനിക്കൊരു കുഞ്ഞു കാറ് വാങ്ങി തന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മസ്തയുടെ ഒരു കുഞ്ഞു കാറാണ് എടുത്തത്. അപ്പോൾ എനിക്കറിയത്തില്ലായിരുന്നു അന്ന് എനിക്ക് വണ്ടി മേടിച്ച് തരുമെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അതൊരു ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് എനിക്ക് മേടിച്ച് തരുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ മസ്തയിൽ നിന്നാണ് വണ്ടി എടുത്തത്. അപ്പോൾ മസ്ത 2 ആണ് എടുത്തത്, ഫുൾ ഓപ്ഷൻ. അപ്പോൾ ആ കുഞ്ഞു കാറ് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഞങ്ങളിന്ന് തലേദിവസമാണ് പോയത്, ബർത്ത്ഡേയുടെ തലേദിവസമാണ് എന്നെ കൊണ്ട് പോയത്. അപ്പോൾ ഞങ്ങൾ മസ്തയിൽ പോയിട്ട് അവിടുത്തെ സ്റ്റാഫ്സിനോടൊക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആണെന്ന്. എന്നിട്ട് അവർ ചെറിയൊരു ബർത്ത്ഡേ പാർട്ടിയൊക്കെ എനിക്ക് അവിടെ അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ഒരു ബർത്ത്ഡേ ആണെന്ന് വേണമെങ്കിൽ പറയാം. അന്നത്തെ ദിവസം അവർ നല്ലൊരു ചോക്ലേറ്റ് കേക്കൊക്കെ വാങ്ങി, എന്നിട്ട് സ്റ്റാഫ്സ് എല്ലാവരും കൂടെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടിയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്തു. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു, ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്ക് അന്ന് അങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. അപ്പോൾ കുറച്ച് ഷോർട്സ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹാപ്പി മൊമെന്റ്സ് നമുക്ക് പിന്നീട് കാണാമല്ലോ, കാണുമ്പോൾ ഒരു രസമല്ലേ. അപ്പോൾ അതെല്ലാം നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ പുതിയ വണ്ടി നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ വണ്ടി കാണാൻ പോവാം. അപ്പോൾ വണ്ടി ഞാൻ ഓടിച്ചോണ്ടാട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളെ കാണിച്ചു തരാവേ. അപ്പോൾ ഞാൻ എൻ്റെ കാറിൻ്റെ ഫ്രണ്ടിലാട്ടോ ഇപ്പം നിൽക്കുന്നത്. കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും, ഞാൻ ആ ബർത്ത്ഡേയുടെ ഒന്ന് പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഏത് കാറാണ് എന്താന്നൊക്കെ ഏകദേശം കുറച്ച് പേർക്കെങ്കിലും ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അന്ന്. അപ്പോൾ എന്നാൽ പോലും എൻ്റെ കാറാണല്ലോ, എനിക്ക് കിട്ടിയ ഒരു പുതിയ കാറാണല്ലോ. നമുക്ക് എന്ത് സാധനവും പുതിയതായിട്ട് അത് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം കിട്ടുമ്പോൾ നമ്മൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് ജസ്റ്റ് എൻ്റെ വണ്ടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് ഗൈസ് എൻ്റെ വണ്ടി, എൻ്റെ കുഞ്ഞു കാറ്. ഞാൻ ഇവൻ്റെ കൂടെയാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്തത്. ഇപ്പം ഞാൻ കൂടുതലും ഡ്രൈവ് ചെയ്യാൻ തുടങ്ങി ഇവൻ വന്നേ പിന്നെ. ഇപ്പോൾ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോവുകയാണെങ്കിലും ഓഫുള്ളപ്പോൾ പോവുകയാണെങ്കിലൊക്കെ ഞാനാണ് ഇപ്പോൾ ഡ്രൈവ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. എനിക്കിവിടെ ഡ്രൈവ് ചെയ്യാൻ പറ്റും, ഓവർസീസ് ലൈസൻസ് ഉള്ളതുകൊണ്ട്. എനിക്ക് ഇവിടുത്തെ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഞാൻ പഠിക്കുന്നുമുണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഒരു മെഷീൻ ഗ്രേ കളറാണ് കേട്ടോ വണ്ടി. ഞാനൊരു കുഞ്ഞ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഡ്രൈവ് ചെയ്യുന്നത് ഓസ്ട്രേലിയയിൽ. അപ്പം ഞാനൊരു കുഞ്ഞ് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ചെറിയ കുഞ്ഞു സാധനങ്ങളൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് ഫിറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതാട്ടോ എൻ്റെ കുഞ്ഞു കാറ്. ഞാൻ നിങ്ങളെ ഇതിൻ്റെ അകവും കൂടെ കുറച്ചൊന്ന് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ അകത്തോട്ട് ക്യാമറ കുറച്ച് ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടെന്നൊക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാവേ. അപ്പൊ നിങ്ങൾ പുറമേയൊക്കെ കണ്ടില്ല, ഇതാട്ടോ എൻ്റെ വണ്ടിയുടെ അകവശം. കുഞ്ഞു വണ്ടിയാട്ടോ, പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരുപാട് വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ ചെയ്തതിന് ശേഷം ആട്ടോ അവസാനം മസ്ത 2 എടുക്കാമെന്ന് ഞങ്ങൾ നേരത്തെ ഡിസൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. വന്ന സമയത്ത് ബീച്ചാന് കാർ എടുക്കാൻ പോയായിരുന്നല്ലോ, ആ സമയത്ത് തന്നെ എനിക്കും കൂടെ പറ്റുന്ന ഒരു വണ്ടി ഞങ്ങൾ ഒരുപാട് ടെസ്റ്റ് ഡ്രൈവ് ചെയ്തായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചായിരുന്നു മസ്ത 2 തന്നെ എടുക്കാമെന്ന്. അപ്പൊ ഇത് മസ്ത 2യുടെ ഫുൾ ഓപ്ഷൻ ആട്ടോ. നല്ല കുഞ്ഞ് സ്റ്റിയറിങ്, നല്ലൊരു ലോഗൊക്കെ ഉണ്ട്, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ഞാൻ നിങ്ങളൊരു സൂത്രം കാണിച്ചു തരാം കേട്ടോ. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു സ്ക്രീൻ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ട് വരുവേ. നിങ്ങൾ കാണിച്ചു, നിങ്ങൾ പലരും അത് കണ്ടിട്ടുണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ എടുക്കുന്ന വണ്ടിയിൽ അങ്ങനെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കേട്ടോ. നമ്മൾ ഓണാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു ഗ്ലാസിന്റെ പീസ് ഉണ്ട്. അപ്പോൾ അതിലിങ്ങനെ റിഫ്ലക്ഷൻ ഉണ്ടാവും നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ. അപ്പം അതിങ്ങനെ ഓണായി വരുമ്പോൾ നമുക്ക് അതിലാണ് എല്ലാ കാര്യങ്ങളും കാണുന്നത്, നമ്മുടെ കിലോമീറ്ററും കാര്യങ്ങളും എല്ലാം. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കേട്ടോ ആ ഗ്ലാസ്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് അതിൽ നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ കാണാവോന്ന്. പക്ഷെ നമ്മൾ ഡ്രൈവർ സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോൾ ചെറുതായിട്ട് കാണുന്നുണ്ടല്ലോ ഇവിടെ. നമ്മളിവിടെ ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് താഴോട്ട് നോക്കേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് ആ സ്ക്രീനിൽ തെളിഞ്ഞ് കാണും കേട്ടോ. അപ്പം നമുക്ക് ഈസിയാണ് എല്ലാ കാര്യങ്ങളും നോക്കാനും. പക്ഷെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഡ്രൈവർക്ക് മാത്രമേ അത് കാണാൻ പറ്റുള്ളൂ. സൈഡിലിരിക്കുന്നവർക്കോ പുറകിലിരിക്കുന്നവർക്കോ ആ ഗ്ലാസ്സിലെ വിഷ്വൽസ് അത് കാണത്തില്ല കേട്ടോ. അപ്പൊ അതാണ് ഈ കാറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വേറൊരു സംഭവം എന്ന് പറയുന്നത് ഈ സാധനം കേട്ടോ.
പിന്നെ ഇതിന്റെ ഈ സെൻട്രൽ ഭാഗമില്ലേ, അത് ഭയങ്കര ഈസി ആട്ടോ. ഒത്തിരി കോംപ്ലിക്കേറ്റഡ് ഒന്നും അല്ല, അധിക സാധനങ്ങളൊന്നും ഇല്ല. ഇവിടെ 3 AC-യുടെ അഡ്ജസ്റ്റ്മെന്റ്, നമ്മുടെ ഗിയറിന്റെ സാധനം, അപ്പൊ അങ്ങനെയുള്ളത്. പിന്നെ ഇവിടെ ചെറിയൊരു എന്താ പറയാ, നമുക്ക് ഈ സ്ക്രീൻ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ടച്ച് ചെയ്യാണ്ട് നമുക്ക് ഈ ജോയ്സ്റ്റിക്ക് വെച്ചിട്ട് നമുക്ക് സ്ക്രീൻ കൺട്രോൾ ചെയ്യാൻ പറ്റും കേട്ടോ. അതാണ് ഇത്. പിന്നെ നമ്മുടെ സാധാരണ നമ്മുടെ ഹാൻഡ് ബ്രേക്ക് അങ്ങനത്തെ സിസ്റ്റമാണ്, സ്വിച്ച് അല്ല വന്നിട്ടുള്ളത്. പിന്നെ ചെറിയൊരു സ്പോർട്സ് മോഡലിന്റെ ഒരു ചെറിയൊരു ഇതും കൂടി ഇതിൻ്റെ അകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിൽ ഈ സ്പോർട്സ് മോഡൽ ഓണാക്കി കഴിഞ്ഞാൽ വണ്ടി സ്പോർട്സ് മോഡലായിരിക്കും പോവുക. പിന്നെ ഈ AC-യുടെ വെന്റിലിന്റെ അകത്ത് നല്ലൊരു റെഡ് കളർ വരുന്നുണ്ട് കേട്ടോ. റെഡ് കളർ ഓപ്ഷൻ നല്ല രസമുണ്ട്. എനിക്ക് ബ്ലാക്ക് റെഡ് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ റെഡും കൂടെ വന്നപ്പോൾ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ തന്നെ ഉള്ളപ്പോഴേക്ക് എനിക്ക് കാണാലോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവരെ. അപ്പൊ അവരെയും കൂടെ ഞാൻ കാണിച്ചു തരാവേ. ഇവനെ കണ്ടോ, ക്യൂട്ടായിട്ടില്ലേ? ഇവനെ ഞാൻ മേടിച്ചിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേറെയും കുറച്ച് ആൾക്കാരുണ്ട്. ഇങ്ങോട്ട് നോക്കിയിരിക്കുക, ഒരാൾ കിടക്കുക, ഒരാൾ ഇരിക്കുക, ഒരാൾ ഉറങ്ങുക, ഒരാൾ മലന്ന് കിടന്ന് ഉറങ്ങുക. അങ്ങനെ കുറച്ച് ആൾക്കാരെയൊക്കെ ഞാൻ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചകളെ, അതുകൊണ്ടാട്ടോ. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട്സിനൊക്കെ അറിയാൻ തോന്നുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൂച്ചകളെ എന്നുള്ളത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്ക് ഇവരെ കാണുന്നത് ഭയങ്കര സന്തോഷമാട്ടോ, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവരൊക്കെ മേടിച്ച് ഇവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ക്യൂട്ടായിട്ടില്ലേ ഇവരെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഗൈസ്, ഇത്രയൊക്കെയുള്ളൂ ഞങ്ങളുടെ വീഡിയോ കേട്ടോ. എൻ്റെ കൊച്ചു കാറിന്റെ വീഡിയോ ആയിരുന്നു ഇന്ന്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം ബർത്ത്ഡേ കഴിഞ്ഞിട്ട് ഏകദേശം ഇന്ന് ഒരാഴ്ചയായി. അപ്പം ഞങ്ങൾക്ക് ഇന്നാണ് സമയം കിട്ടിയത് ഇതൊന്നും എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, അന്ന് ഞങ്ങൾ സർപ്രൈസ് ആയിട്ട് ഇച്ചയ്യനെ കൂട്ടിക്കൊണ്ട് പോയതുകൊണ്ട് അന്നത്തെ ഒരു വീഡിയോ ആയിട്ടൊന്നും എടുത്തില്ല. പിന്നെ കുറച്ച് ഷോർട്സ് ആയിട്ട് മാത്രമേ അന്ന് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എൻ്റെ വീഡിയോയും എൻ്റെ കാറും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗൈസ്, ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഞങ്ങൾ അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തായാലും കാണാൻ മറക്കരുത്. ഞങ്ങൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.